ജൻസി പ്രക്ഷോഭത്തിന് ശേഷം നേപ്പാൾ ശാന്തമാകുന്നു. 2 ദിവസത്തിന് ശേഷം കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നു. രാത്രികാലങ്ങളിൽ സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രക്ഷോഭങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തികളിൽ സുരക്ഷ ശക്തമാണ്. രണ്ട് ദിവസത്തിന് ശേഷമാണ് കാഠ്മണ്ഡു വിമാനത്താവളം തുറക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇപ്പോൾ സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് പകൽ സമയങ്ങളിലെ കർഫ്യൂ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ സംഘർഷമാണ് നമ്മൾ കാണുകയും ചെയ്തത്. പ്രധാനമന്ത്രി രാജിവെച്ചതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. എന്നാൽ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി പ്രക്ഷോഭത്തിന് നേരിയ അയവുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 700-ലധികം ഇന്ത്യക്കാർ ഇപ്പോഴും നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 200 പേർ ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് ആന്ധ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പോയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മലയാളികളും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. മലയാളികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നത്. ആതിര ജൈനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ആതിര, സംഘർഷത്തിനൊരു നേരിയായവെന്ന് പറയണം. അതുകൊണ്ട് തന്നെ രാത്രികാലത്തേക്ക് കർഫ്യൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വിമാനത്താവളം തുറന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ഉൾപ്പെടെ തിരിച്ചെത്തിക്കാൻ പെട്ടെന്ന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിനിത, ജൻസി പ്രക്ഷോഭത്തിന് ശേഷം നേപ്പാൾ അത്ര കണ്ട് ശാന്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈന്യം രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഥിതിഗതികൾ ഇനിയും ശരിയാകാനുണ്ട്. വ്യാഴാഴ്ച രാവിലെ 6 മണിവരെയാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരുവുകളുടെയും തന്ത്രപ്രധാന മേഖലകളുടെയും നിയന്ത്രണം സൈനികർ ഏറ്റെടുത്തിട്ടുണ്ട്. സൈനികരുടെ പെട്രോളിംഗ് നടക്കുന്നുണ്ട്. അതിനിടെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 2 ദിവസത്തിന് ശേഷം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലെ പ്രവർത്തനം അടയ്ക്കുകയും അതുപോലെ വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ നിരവധി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൊള്ളയടികളും മോഷണങ്ങളും നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടെ കാഠ്മണ്ഡുവിലെ ദില്ലി ബസാറിലെ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടിരുന്നു. 26 തടവുകാരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. സൈന്യത്തോട് സഹകരിക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞെങ്കിലും അവർ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഭരണഘടന പൂർണ്ണമായും ഭേദഗതി ചെയ്യണം, പാർലമെന്റ് പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രക്ഷോഭകർ. അതുപോലെ പ്രസിഡന്റ് പ്രക്ഷോഭക്കാരുമായി ഒരു ചർച്ച നടത്തിയേക്കും, സുരക്ഷയിൽ ഒരു ചർച്ച നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചർച്ച നടത്തണമെന്ന് തന്നെയാണ് സൈന്യം ആവശ്യപ്പെടുന്നതും. അതുപോലെ തന്നെ ആതിര ജെയിൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. ജൻസി പ്രക്ഷോഭകർ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കർക്കിയെ ഇന്ററിം ലീഡറായി ഇടക്കാല ഭരണാധികാരിയായി തിരഞ്ഞെടുത്തു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടിയാണ് വരുന്നത്. നേപ്പാളി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കർക്കി അവരുടെ കർക്കശമായ നിലപാടുകൾ കൊണ്ട്, അഴിമതി വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയായിട്ടുള്ള ആളാണ്. അവരെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇടക്കാല ഭരണാധികാരിയെ എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. അതായത് പ്രക്ഷോഭകർ അവരുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? നേരത്തെ തന്നെ പാർലമെന്റ് പിരിച്ചുവിടണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നല്ലോ. അതായത് വിനിത, പ്രക്ഷോഭകരുടെ ആവശ്യമാണത്. സുശീല കർക്കിയെ മുന്നോട്ട് വെക്കുന്നത്, പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. തിരഞ്ഞെടുത്തിട്ടില്ല, അത്തരമൊരു ആവശ്യത്തിൽ അവർ ഉന്നയിക്കുകയാണ്, മുന്നോട്ട് വെക്കുകയാണ്. നേരത്തെ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന ചർച്ചകൾ കൃത്യമായി വരുന്നുണ്ടായിരുന്നു, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രക്ഷോഭകരെ പിന്തുണച്ച കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഗവൺമെന്റിനെ നയിക്കാൻ പുതിയ ഒരു തലവനായി ഫോർമർ ജഡ്ജ് വരുമോ എന്നുള്ളതാണ്. സുശീല നേപ്പാളി മാധ്യമങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് സുശീല കർക്കിയെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമുക്ക് അതിന്റെ അപ്ഡേറ്റുകളിലേക്ക് വീണ്ടും എത്തുകയും ചെയ്യും.